എന്താണ് വിശേഷം? സുഖം. എവിടെയൊക്കെയാ? അങ്ങനെയൊന്നും ഇറങ്ങണം. പുതിയ കളക്ഷനൊക്കെ വന്നോടി. ഒന്നും വാട്സപ്പിലിട്ട് തരത്തില്ലല്ലോ ഇപ്പോൾ. ഫോൺ കംപ്ലൈൻറ്റ് എടുക്കാം, ഞാൻ എടുക്കാം. മഴയില്ല, ഓർമ്മ എടുക്ക്. ഞാൻ ഇപ്പം ഉണ്ട്. ശരി, ഒന്നുമില്ല. എന്തോ വെള്ളത്തിലുണ്ട്, മര്യാദക്ക് പറയാം. ഒരു കള്ളത്തരവും ഇല്ല. നോക്കട്ടെ. നീ ആ ഡ്രസ്സ് എടുത്തേ. എടുക്കണം, പക്ഷേ പാൻറ് ഷോ സെറ്റ് ആയിട്ടുള്ളത്. ഇതെന്തോണ്ട് വിശേഷം? അറസം തേടി ഡ്രസ്സ് ജോലിക്ക് മേടിക്കാം. അതായത് പാൻറ്, ഇത് ഷോള്. പെണ്ണെ ഇതാരാ? ഫോണ് കണ്ടാ? പറഞ്ഞു തരാം. ഇഷ്ടമുണ്ട്. ഫോണുണ്ടോ? കഷ്ടമുണ്ട്. ഫോൺ കാടി ആരെന്ന് പറയ്. ഇടി ആരുമില്ല. അത് മോനെ പഠിപ്പിക്കുന്ന ടീച്ചറാ. സാറ് കൊള്ളാലോ. എന്നിട്ട് എന്നോടൊന്നും പറയുന്നില്ലല്ലോ. അങ്ങനൊന്നുമില്ല. ടോപ്പ് ഇടാത്തതിന് ഇപ്പൊ പ്രശ്നം പറഞ്ഞു. ഇപ്പൊ ചുമ്മാ ഇല്ല. സാറെന്ന് മെസ്സേജ് അയച്ച് മീറ്റിങ്ങിന്റെ കാര്യം പറയാനാണെന്ന് തോന്നുന്നു. പേരൻസ് മീറ്റിങ്ങിന്റെ. വല്ലാത്ത മെസ്സേജ് ആയിട്ട് കേട്ടോ. അത് ഇങ്ങനെയൊക്കെ ചുമ്മാ ഇരിക്കുക കേട്ടോ. അങ്ങനൊന്നും ഇല്ലടി. ചുമ്മാ അങ്ങനെ വേറെ പണിയൊന്നും ഇല്ല. ചുമ്മാ ഇരിക്കുന്ന മെസ്സേജുകൾ അയക്കും. ചുമ്മാ ആയിരിക്കും നമ്മൾ മെസ്സേജ്. നമുക്കൊന്നും ആരുമില്ല അതിന്. എനിക്ക് അങ്ങനെയൊന്നും ഇല്ലെന്നേ. പുള്ളിക്കാരൻ ചുമ്മാ ഇരുന്നോണ്ട് അവിടെ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. പുള്ളിക്കാരന് വേറെ പണിയൊന്നുമില്ല. ഇത് മോൻ്റെ സ്കൂളിലാണോ? ഇളയവൻ്റെയോ? മോൻ്റെ സ്കൂളിൽ പഠിക്കും. ഇളയവൻ്റെയോ മൂത്തവൻ്റെയോ? ഇന്ന് ഭയങ്കര തലവേദന. ഡോക്ടറിനെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ. ഇന്ന് ഞാൻ ലീവ് എടുത്തു. ഒരു ടോപ്പ് എടുക്കടാ. ഒരു ടോപ്പ് എടുക്കാമെന്നോ? നാളെ വന്ന് എടുക്കാം. കള്ളത്തരം പറഞ്ഞിട്ട് പൊക്കോ. നാളെ വന്ന് എടുക്കാമെന്നോ? ഉറപ്പാണ്? ഉറപ്പ്. പോകുന്നുണ്ടോ? ഇല്ല, പറയാൻ ലൈം പറയട്ടെ. ഒരു വേണ്ടിടാ. ഒരു ലൈം കുടിക്കുക. ഇതെന്തുകൊണ്ട് വിശേഷം? എന്താ വിശേഷം? സുഖം. സാറിൻ്റെ പേരെന്താ? എടി അങ്ങനെയൊന്നും ഇല്ല. നീ ഉദ്ദേശിക്കുന്ന പോലൊന്നും ഇല്ല. സാറ് ചുമ്മാ നേരം പോക്കിന് വേണ്ടിയിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. നേരം പോക്കിന് തുടങ്ങാതെത്തുന്നത്. അങ്ങനെയൊന്നും ഇല്ലെന്നേ. നീ ചുമ്മാ തെറ്റിദ്ധരിക്കുക. എന്നിട്ട് ആ ഫോൺ എന്നെ കൈ എടുക്കുന്നില്ല. പെണ്ണിത്താ ഫോണ് കേട്ടു. പിന്നെ സുഖമാണോ? ഒന്നും കഴിക്കുന്നില്ലേടി? നനഞ്ഞിരിക്കുന്നല്ലോ. അത് തൈറോയിഡിൻ്റെ പ്രോബ്ലം. ഞാൻ എന്നാ പോട്ടെ. ശരി. പോകുന്നുണ്ടോ? ഒരു ടോപ്പ് എടുത്തിട്ട് പോവോ? നാളെ വരാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ അങ്ങ് പോവും. നമ്മുടെ കടയിൽ നിന്ന് എടുക്കത്തല്ലോ. നേരെ VIP പോത്തീസ് അങ്ങോട്ടൊക്കെ അല്ലേ പോകുമോ? നാളെ വരാടി പെണ്ണെ. പോട്ടെ. നാളെ കാണാം. മഴ വരുന്ന കേട്ടോ. എടി മോളെ പോയില്ല. സാറിന് അവിടെ വെച്ച് കണ്ടായിരുന്നു. പിന്നെ എന്നെ തീരെ മഴ വിടത്തില്ല. സാറിൻ്റെ മോളുടെ ബർത്ത്ഡേ ആണേ. അപ്പോൾ ഒരു ഡ്രസ്സ് വേണമായിരുന്നു. നീ നേരത്തെ ഫോണിൽ കൂടെ നടന്നു ഹോസ്പിറ്റലിൽ വാങ്ങിയില്ല. ഭയങ്കര ടെൻഷൻ. ആരെയും ഫോൺ എന്ത് ചെയ്യായിരുന്നു? പേരെന്താ? സാറിന് മൂത്തൊരു ടോപ്പാണ്. സാറിന് പോകണം. 3 വയസ്സ്. 3 വയസ്സായിരുന്നു. ഇത് 3 വയസ്സാണ്. സാറൊരു ടോപ്പ് ഫ്രണ്ട് കട ഇത് നീ നേരത്തെ നോക്കി വെച്ചിട്ട് പോയതല്ലേ?
എടുക്കട്ടെ. ഈ പുള്ളിക്ക് നേരത്തെ ടോപ്പ് എടുക്കാൻ പറഞ്ഞിട്ട് കേൾക്കാതെ ഇറങ്ങിപ്പോയാ. കൊടുത്ത് ചോദിക്കരുത്. നേരെ ഇഷ്ടപ്പെട്ടിട്ട് പോയ ടോപ്പാ. അത് വേണ്ട ഇപ്പൊ വേണ്ട എന്താ ഒരു രഹസ്യം? ടോപ്പ് വേണ്ട. അപ്പൊ എന്റെ കടയിൽ നിർത്തുമ്പോൾ വേറെ ഏതോ കടയിൽ എടുക്കാനോ? ഓ മനസ്സിലായി. സാറി എടുത്തോ. ഇതെടുത്തോ. അത് പുള്ളിക്ക് നേരത്തെ ഇഷ്ടപ്പെട്ടതാ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. പുറത്തൂടെ വെച്ച് നോക്കാം. കണ്ണാടി ഇത് പാക്ക് ചെയ്തോ. 850 നിങ്ങൾക്ക് അതിന്റെ 750 വരെ. പിന്നെ കുഞ്ഞിനോട് കൊടുത്ത് ഇതല്ലേ ഇതിന്റെ സെറ്റ് ഇതാണ്. ഇത് ഇതുണ്ട്. ഈ ഫ്രോക്കും കൂടാല്ലോ. ഇത് റേറ്റ് കുറച്ച് എടുക്കും. ഇതും കൂടാ ഒന്ന് മതിയോ? ഈ ഷോൾ തേണ്ട മോനൊരു ഉടുപ്പെടുക്കട്ടെ. ഇതും കൂടെ എടുക്കട്ടെ. ഇതും കൊള്ളാമല്ലോ. ഇല്ല ഇത് മതിയില്ല സാറേ അല്ലേ? അമ്മ വിളിക്കുന്നു. അമ്മ വിളിക്കുന്നിട്ട് എന്ത് പറയും? ഞാൻ വിളിച്ചപ്പോൾ വീടെത്തിന്ന് പറഞ്ഞു. ഇപ്പം ഒരു 5 മിനിറ്റ് വരുമെന്ന് പറഞ്ഞു. പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വരുവാണെങ്കിൽ ചേട്ടാ ഒരു വെള്ളം വാങ്ങിക്കട്ടെ. സാറിന്റെ കാര്യമൊന്നും ഈ പെണ്ണ് പറഞ്ഞു പോലുമില്ല. ഞാനാണ് ഇവിടെ നിന്ന് കണ്ടത്. കുറേ പ്രാവശ്യം നോക്കിക്കാണോ പറവ തുരിതരാ മെസ്സേജുകൾ പറഞ്ഞു. എടുത്ത് നോക്കിയപ്പോഴാണെങ്കിലോ ഏതോ സാറൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നു. വിഷ്ണു സാറൊന്നും അങ്ങനെയെന്താ ഒന്നും അടിച്ചിട്ടില്ല പുള്ളി. അങ്ങനെ ഞാനാണ് കണ്ടുപിടിച്ചത്. എത്ര ദിവസത്തെ ആണ് പറഞ്ഞൊന്നുമില്ല. പിന്നെ കൈയോടെ എല്ലാം പൊക്കി. അങ്ങനെ മാച്ചിങ് ആവാൻ രണ്ടുപേരും പറഞ്ഞിട്ടതാ. ഇതിൽ എവിടെ നിന്ന് കിട്ടി? എങ്ങനെ സെറ്റാക്കി? സ്കൂളിലെ ടീച്ചർ പുള്ളിക്കാരിക്കെല്ലാം അറിയാം. ഇല്ല ഞാനൊന്നും പറഞ്ഞില്ല. എൻ്റെ ഫോൺ വാങ്ങിച്ച് പിടിച്ചു നിർത്തിയിട്ട് മെസ്സേജുകളൊക്കെ കണ്ടു കള്ളി. എൻ്റെ ഫോൺ ഞാനൊന്നും പറഞ്ഞില്ല. എടി അങ്ങനൊന്നും ഇല്ല. ഞങ്ങൾ നല്ലൊരു ഫ്രണ്ടാണ്. അത് മാത്രമേ ഉള്ളൂ. നീ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും ഇല്ല. ജസ്റ്റ് ഫ്രണ്ടാണ്. ജസ്റ്റ് ഫ്രണ്ട് ഇല്ലടാ. അത് ഫ്രണ്ട്ഷിപ്പിലൊന്നും ഇങ്ങനെയൊന്നും അധികം ഞാൻ കണ്ടിട്ടില്ല. അതാണ് ഞാൻ ഫ്രണ്ട്ഷിപ്പിലൊരു ഡൗട്ട്. ഫ്രണ്ട്ഷിപ്പ് തന്നെയാണോ? കല്യാണം കഴിഞ്ഞതൊക്കെ അറിയാമോ? അറിയാം. ഇപ്പൊ ഗൾഫിലാണെന്ന് അറിയാം. 2 മോനുണ്ടെന്ന് അറിയാം. പുള്ളിയുടെ കല്യാണം കഴിഞ്ഞാണോ? കുട്ടികള് 2 പേര്. പേരെന്താ? പേരെന്താ വിശേഷം? എവിടെ ചെന്നാലും അമ്മ ചിന്നു അമ്മ ചിന്നു. അതെ. സാറ് ഇരിക്കേ. ഇങ്ങനൊരു പ്രസാരമാണോ? സാർ ഒരു ടോപ്പ് മതിയോ? എന്തെങ്കിലും ഒരു ടോപ്പ് ജെൻസിന്റെ ഇല്ല. അല്ലെങ്കിൽ സാറിനും കൂടെ എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് വന്നേനെ. പുറത്ത് നല്ല മഴയല്ലേ? ആ നല്ല ക്ലൈമറ്റ്. സാറേ ചെറുത് വീട്ടിൽ എങ്ങനെ പോകും? ബൈക്കുണ്ടോ? എന്നെ കൊണ്ടുവിടാന്ന് പറഞ്ഞു. വണ്ടി ഉണ്ടല്ലേ? പിന്നെ ഫുഡ് എന്തെങ്കിലും കഴിക്കുന്നത്? എനിക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യാം ഫോൺ വഴി. അരി വേണം. അരി തരാം. എത്ര വേണം? 5 കിലോ. 5 കിലോ അരി അല്ലേ? വേവ് കുറഞ്ഞ നല്ല അരി ഉണ്ടായിരുന്നു. വെളിച്ചെണ്ണ വേണം. 5 കിലോ അരി വെളിച്ചെണ്ണ അല്ലേ? വെളിച്ചെണ്ണ. മോളിപ്പോ അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ.
ഇപ്പോഴോ? ഓ ഇപ്പം പോകുന്നുണ്ടല്ലോ, ഞാൻ കണ്ടല്ലോ ഉമ്മേരെ മോളിപ്പോ ഇതുവഴി പോകുന്നുണ്ട്. ഭർത്താവായിട്ട് വന്നോ? ഭർത്താവ് വരുമെന്ന് പറഞ്ഞു. ഇല്ല വന്നു ഞാൻ കണ്ടല്ലോ. വന്നോ? ഓ വന്നല്ലോ, ഇങ്ങനെ കയ്യെ പിടിച്ചോണ്ട് അവരിങ്ങനെ പോകുന്നുണ്ടല്ലോ. എന്നിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞില്ല. ഞാൻ ഇപ്പൊ കണ്ടു, ഞാൻ ഇപ്പൊ നോക്കിയപ്പോ ഞാൻ ഇങ്ങനെ നോക്കാം, അയ്യോ നമുക്ക് അറിയാവുന്നതാണല്ലോ. അപ്പുറത്ത് അത് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. ഒരു നോക്കിയാൽ പയ്യനായിട്ട് ഇങ്ങനെ കയ്യെ പിടിച്ചു. അപ്പൊ ഞാൻ എടുത്ത് അവനെ ഭർത്താവ് വന്നു അവരുമായിട്ട് ഇങ്ങനെ പോകണം. ഞാൻ ഇങ്ങനെ ആശ്ചര്യപ്പെട്ടു. അതൊരു കുട്ടിയുടെ ഭർത്താവ് വന്നാ ഗൾഫിൽ നിന്ന് ഇങ്ങനെ കയ്യെ പിടിച്ചോണ്ട് അവർ രണ്ടും കൂടെ ഇങ്ങനെ ഒന്നിച്ച് കളിച്ചോണ്ട് എന്നോട് പറഞ്ഞില്ല ഭർത്താവ് വരുമെന്ന്. കണ്ടോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്നിട്ട് ഈ താഴോട്ട് തന്നെ പോയെന്ന് തോന്നുന്നു. അതാ അപ്പുറത്തെ കടയിലോട്ട് പോയാന്ന് അറിയില്ല കേട്ടോ. ഞാൻ ഇപ്പൊ ഇങ്ങനെ കയ്യെ പിടിച്ചോണ്ട് ഇങ്ങനെ പോകുന്നതാണ്. ഞാനും മെഡിക്കൽ സ്റ്റോറുകാരൻ കണ്ടു, ഞങ്ങളെല്ലാവരും കണ്ടു. അപ്പൊ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നോക്കി, അയ്യോ നമ്മൾ അറിയട്ടെ നിർത്താണല്ലോ. അപ്പൊ വന്നിരിക്കും കേട്ടാ ഗൾഫിൽ നിന്ന്. നോക്കാം, എന്നോട് പറഞ്ഞിട്ടില്ല. വെളിച്ചെണ്ണയും 1 കിലോ പഞ്ചസാര, 1 കവർ ഉപ്പ്, അഞ്ചിയുടെ അരി എടുത്തു. ഞാൻ എന്നാ നോക്കട്ടെ. നോക്കട്ടെ അവിടെ ഉണ്ടോ നോക്കണം കേട്ടോ. എല്ലാ കടയിലുണ്ടോ നോക്കുന്നേ. മോളെ ഒരു പെണ്ണും ഒരു പയ്യനും ഇവിടെ വന്നായിരുന്നോ? ഇല്ല അമ്മ, അമ്മക്ക് എന്തെങ്കിലാണോ? ഉമ്മച്ചിക്ക് എന്തെങ്കിലും വേണോ? ഉമ്മച്ചി എന്തെങ്കിലും എടുക്കട്ടെ? എന്തൊരു ടോപ്പ് അങ്ങനെ വല്ലതും വേണോ? നോക്കാവല്ലോ. എനിക്കൊരു ഫർദ വേണം. ഫറദയോ? ബ്ലാക്ക് മതിയോ? ഷോള് വേണ്ടേ ഫറദ ഇടാൻ? ഇട്ട് നോക്കും പക്ഷെ അപ്പോഴും കറക്റ്റാണോ അല്ലയോ അറിയാൻ പറ്റുമല്ലോ. പ്രശ്നമുണ്ടോ ഉമ്മച്ചി? ആരാ അന്വേഷിച്ചു കിടക്കുന്ന? ഒരു പെണ്ണിനെയും ഒരു ചെറുക്കനെയും. എന്ത് പറ്റി? പ്രശ്നം എന്തെങ്കിലാണോ? നോക്ക ഗുരുതരവാ, പിന്നെ അറിയാം. കറക്റ്റാണോ? ഒന്ന് പിടിച്ചിട മോളെ. ഇതിന് ചേരുന്ന ഒരു ഷാള് കൂടെ എത്താ മോളെ. എളുപ്പം വേണം. ഇത് തന്നെ, ഇതതിന് മാച്ചായിട്ടുള്ളത്, അതിന്റെ കൂടെ ഉള്ള ഷോള. ഇത് അതിന്റെ കൂടെ ഉള്ള ഷോള. ഇതിന്റെ വിലയൊക്കെ എന്തുവാ? ഇത് വന്നിട്ട് 1080, ഷോളും കൂടെ വരുമ്പോഴത്തേ 1180. ഡ്രസ്സിന് കുറച്ചും കൂടെ ഷോള. അമ്മച്ചിക്ക് വേറെ ടോപ്പ് എന്തെങ്കിലും? ഇതിന്റെ വില കുറച്ച് തരണം. ഇതിപ്പോ 1150 ഉമ്മച്ചി ആയതുകൊണ്ട് 1000 രൂപ തന്നാ മതി. മതി. പിന്നെ ഉമ്മച്ചിക്ക് വേറെ എന്തെങ്കിലും? എന്നോട് പറയാറുന്നല്ലോ, ഒരു വാക്ക് എന്നോട് പറയാറുന്നല്ലോ. ഞാൻ കാല് പിടിക്കാം.
അപ്പോ നിനക്ക് എവിടുന്ന് കിട്ടി ഇവനെ? ഞാനോ ടീച്ചർ പഠിപ്പിക്കാൻ വന്നത്. അപ്പോ വാ വീട്ടിൽ കാണാൻ. വാ പോലീസ് സ്റ്റേഷനിൽ പോയി നിന്റെ പോലീസിൽ എന്തിനാ പോകുന്നത്? നാണക്കെടുത്തല്ലേ ഉമ്മ. കാര്യങ്ങൾ അറിയണം. സ്റ്റേഷനിൽ പോണം. വാ സ്റ്റേഷനിൽ പോണം. പ്രശ്നമില്ല പറഞ്ഞേക്കും ഉമ്മ. നാണക്കെടുത്തല്ലേ ഉമ്മ. വേണ്ട പോലീസിനെ വിളിക്കട്ടെ. നിങ്ങളുടെ മോനെ അറിഞ്ഞാൽ പ്രശ്നമാവും ഉമ്മ. നിങ്ങളുടെ മോനെ അറിഞ്ഞാൽ പ്രശ്നം. അങ്ങനെയുള്ളവളാണെങ്കിൽ നീ ഇങ്ങനെ ഇത് ചെയ്യത്തില്ല. അയ്യോ ചെയ്യത്തില്ല. പ്രശ്നമാവും. ഓ ജന്തുവാ. അയ്യോ കുടുംബത്തിനെല്ലാം നാണക്കേടായല്ലോ. അയ്യോ ആ സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പാ. നിങ്ങളുടെ മോനോട് വിളിച്ച് നാളെ പറയല്ലേ ഉമ്മ. ഉമ്മ എനിക്ക് തെറ്റ് പറ്റിപ്പോയി ഉമ്മച്ചി. നിങ്ങളുടെ മോനെ വിളിക്കാൻ പറഞ്ഞിട്ട് വിളിക്കല്ലേ ഉമ്മ. ഉമ്മ വിളിക്കല്ലേ ഉമ്മ. ഉമ്മ വിളിക്കല്ലേ. ഹലോ മോനെ, നിന്നെ വഞ്ചിച്ചിട്ട് വേറൊരുത്തനുമായിട്ട് ഇവള് ഇറങ്ങി തിരിച്ചു. ഞാൻ കണ്ടുപിടിച്ചു. അപ്പുറത്തെ കടയിലെ മോനാളിയോട് ഞാൻ ചോദിച്ചു. അരി വാങ്ങിക്കാൻ പോയപ്പോഴേ നിങ്ങളുടെ ഉമ്മ കള്ളത്തരം പറയുന്നത്. കയ്യോടെ പിടികൂടിയില്ല. മോൻ ഇഷ്ടംപോലെ പണം നിനക്ക് അയച്ചു തരുന്നത് ഇതിനായിരുന്നോ? കാമുവിന് കൊടുക്കാനായിരുന്നോ? മോനെ നീ വഞ്ചിച്ചു. നീ പോവരുത്. ഇങ്ങനത്തെ വാങ്ങുന്നത് ഞാൻ അറിഞ്ഞില്ല. എന്റെ മോൻ അറിഞ്ഞില്ല നീ ഇങ്ങനെ വഞ്ചകം ചെയ്യുമെന്ന്. പോവരുത്. അവിടെ നിന്നടാ. അവിടെ പോവരുത്. ഏതാ കടിച്ചടവില്ല പിടിച്ചടവില്ല. എന്നെ കൂടെ കൊണ്ടുപോടാ. അയാൾ വിളിച്ച് പറഞ്ഞു. അങ്ങനെ പറയില്ലേ? അപ്പൊ നീ ഇത്രയും നാളും എന്നെ സ്നേഹിച്ച് ചതിച്ചതല്ലേ? ആണെന്ന് പറയുന്ന വർഗത്തെ വിശ്വസിക്കരുതെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ നിന്റെ സ്നേഹത്തിന് സാധനം മേടിക്കാൻ വന്നപ്പോ ഇതുപോലെ എന്നെ കൂടെ കൊണ്ടുപോടാ പ്ലീസ്. ഞാൻ വരുവാ നിന്റെ കൂടെ. എന്നെ കൊണ്ടുപോടാ പ്ലീസ്. വേണ്ട നാണം കെട്ട ജീവിതമായി. എന്നെ കെട്ടിയാൽ എന്നെ വെട്ടിക്കൊല്ലും. എനിക്കൊന്നും വേണ്ട. കാര്യം ഒന്നും കേക്കണ്ടായേ. മാമി എന്നല്ല ഉമ്മ ഞാൻ വിളിക്കുന്ന. എന്റെ പൊന്നുമ്മ. നിങ്ങളുടെ കഷ്ടമുണ്ട്. ആരോട് പറഞ്ഞില്ലേ? എനിക്കൊരു തെറ്റ് പറ്റിപ്പോകും. കുരുത്തം പോലെ കടയിൽ സാധനം വാങ്ങിക്കാൻ കൈ ഒഴിഞ്ഞു. നീ പോവല്ലേ? എന്റെ കഷ്ടമുണ്ട്. ഇങ്ങനെ നീ വിളിച്ച് അതിന് ചെയ്യരുതായിരുന്നു. ഇപ്പൊ എല്ലാരും വിളിച്ചിട്ട് പോയി. ഇപ്പൊ എനിക്ക് മനസ്സിലായി. നീ എന്നെ സ്നേഹിച്ചപ്പോ നിനക്ക് ഭാര്യയും മക്കളുണ്ടെന്നുള്ള കാര്യം അറിയാമായിരുന്നല്ലോ. ഇപ്പൊ ഒരു പ്രശ്നം വന്നപ്പോ നീ എന്നെ ഉപേക്ഷിച്ചിട്ട് പോകുമോ? എന്റെ മോനെ നീ വഞ്ചിച്ചല്ലയോ? എന്റെ മോനെ വഞ്ചിച്ചോടി. നീ മോനെ നീ വഞ്ചിച്ചോടി. അവനിപ്പോ കാല് മാറിയത് കണ്ടോ? ഇപ്പൊ അവന് എന്നെ ഭാര്യയും മക്കളും വലുതെന്ന് പറയുന്നു. കുടുംബമാണോടെ വലുത്. നീ സമാധാനത്തിൽ നിനക്ക് നിന്റെ കുടുംബമായിരിക്കണം വലുത്. പോവല്ലേ? എന്നെ വിട്ട് പോവല്ലേ പ്ലീസ്. പോവല്ലേ പ്ലീസ്. ഇങ്ങനൊന്നും ചെയ്യല്ലേടാ പ്ലീസ്. എടി നീ വിടടി. അവ എന്നെ പോവല്ലേടാ. പോവല്ലേ പ്ലീസ്. എന്നെ വീട്ടിൽ പോവല്ലേ? എനിക്ക് ആരുമില്ല. നീ എന്താണ് നീ ഇപ്പൊ അവസരം ഭാര്യ 2 മക്കളുണ്ട്. ഞാൻ സാറാണ്. പുറം ലോകം അറിഞ്ഞ നാണക്കേടാണ്. ഉമ്മയുടെ പോ. എടാ നീ എന്നെ സ്നേഹിച്ചപ്പോ നിനക്ക് ഭാര്യയും മക്കളും ഉണ്ടെന്നുള്ള ചിന്തയില്ലായിരുന്നു. ഒരു പ്രശ്നം വന്നപ്പോ നീ എനിക്കൊരു വഴിയുള്ളൂ. നീ പോലീസ് വണ്ടി വന്ന് വിശ്വസിക്കരുത്. നീ ഇപ്പൊ മനസ്സിലായി. ഒരു മാസമില്ല. ഇത് എന്തുവാ നാണക്കേട് വന്നിട്ട് ഒരു പെണ്ണിനെ നീ ഇങ്ങനെ ചെയ്യരുത്. ഇനി മേലെ ഈ സ്റ്റേജ് കൊണ്ടു നടന്നിട്ട് ഒരു പ്രശ്നം വന്നപ്പോ എന്നെ നീ ഉപേക്ഷിച്ചു. എന്നെ നീ ചതിച്ചു. എന്നെ സ്നേഹിച്ചു. നീ ചതിച്ചു. എന്നെ സ്നേഹിച്ച് ചതിച്ചു. നീ എന്റെ കുടുംബം തകർത്തു. എന്റെ കുടുംബം പോയി ഒരല്പം നേരത്ത് സ്നേഹത്തിന് വേണ്ടി ഇവന്റെ വാക്ക് വിശ്വസിച്ച് എന്റെ ഭർത്താവിനെയും മക്കളെയും കളഞ്ഞിട്ട് വന്നപ്പോ എനിക്കിപ്പോ ആരുമില്ല. എന്റെ മാമി ആരുമില്ല. എന്നെ കെട്ടിയവനെ വിളിച്ച് പറഞ്ഞു കൊടുത്തു. എന്റെ മക്കളുടെ മുന്നിൽ ഞാൻ എങ്ങനെ നോക്കും? എന്റെ ഭർത്താവിന്റെ മുന്നിൽ ഞാൻ എങ്ങനെ നോക്കും? പക്ഷെ ഇവൻ എന്നെ ചതയ്ക്കുമെന്ന് ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ഇവൻ എന്നെ സ്നേഹിച്ചിട്ട്
അവസാനം പിടിക്കപ്പെട്ടപ്പോ ഇവൻ എന്നെ തള്ളി പറഞ്ഞു. ഇതാണ് പറയുന്നത്, അല്പനേരത്തെ സുഖത്തിന് വേണ്ടി ആണുങ്ങളെ വിശ്വസിച്ച് കൂടെ പോയ എല്ലാം നഷ്ടപ്പെട്ട് പെരുവരിയിലാവുന്നത് എനിക്കിപ്പൊ ബോധ്യമായി. നീ പോയിക്കോ, എനിക്ക് കാണണ്ട. നീ പോയിക്കോടാ, എനിക്ക് കാണണ്ട. എനിക്കാരുമില്ല. വിളിക്കല്ലേ, ഞാനിനി ജീവിച്ചിരിക്കത്തില്ല.